ഇപ്പൊ നാട്ടിലുള്ള പ്രവാസികൾ മൊത്തം സമരം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ 32 കോടി ഇന്ന് അനുവദിച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് ഓണത്തിന് മുന്നേ എങ്ങനെ അവർക്ക് കിട്ടും? നാളെ ഒരൊറ്റ ദിവസമാണ് ഇനി വർക്കിംഗ് ഡേ ഉള്ളത്. എന്തൊരു കഷ്ടമാണല്ലേ. 25 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തും നാട്ടുകാരനായിട്ടുള്ള ആൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വിളിച്ചാണ് പറയുന്നത്, ഒരു 5000 രൂപ വീട്ടിൽ കൊണ്ടു കൊടുക്കുമോ, കടമായിട്ട് മതി, 2 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചയച്ചു തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് ഇങ്ങനെ ഗൾഫിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത് കണ്ട് ജീവിതത്തിന്റെ അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്നില്ലേ. അവർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അവിടുന്ന് കടം മേടിച്ച് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് കടം മേടിച്ച് പോകും. അങ്ങനെ 25, 30, 10, 15 വർഷമായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടണേ. അങ്ങനത്തെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ 23% കേരളത്തിന്റെ വരുമാനത്തിലേക്കും വരുന്ന ഈ പ്രവാസികളുടെ പൈസ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ പ്രവാസികൾ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലക്കാണ് മുമ്പ് സർക്കാർ ഈ പ്രവാസി ക്ഷേമനിധി എന്നൊരു സംഭവം കൊണ്ടുവന്നത്. അങ്ങനെ അവരുടെ ജോലിയിൽ നിന്ന് ഒരു ചെറിയ ശതമാനം സർക്കാരിന് അവർ അടക്കും. അതിനുശേഷം അവരോട് നിർത്തി വരുമ്പോൾ ഈ പെൻഷൻ അവർക്ക് മാസം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനൊരു സംഭവമാണിത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിക്കുക. 2016 മുതൽ 2026 ഏപ്രിൽ മാസം വരെയുള്ള പെൻഷൻ പിണറായി സർക്കാർ കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം 3 മാസമായിട്ട് ഇവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസത്തെ പെൻഷൻ ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ കാത്തിരിക്കണം. അവരുടെ പൈസയിൽ നിന്നൊരു എമൗണ്ട് അടച്ചതിന് ശേഷം അവർ കാത്തിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇതില്ലേ. 32 കോടിയോ മറ്റോ മതി ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പൊ 100 ചില്ലാനം കോടി മതി ഈ 3 മാസത്തെ പെൻഷൻ കൊടുക്കാൻ. 14,400 കോടി ഇതുവരെ ഇവർ കടമെടുത്തിട്ടുണ്ട്. ഈ പൈസക്ക് എവിടെ പോയി? എന്ത് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഈ പ്രവാസികളുടെ മുഖത്ത് നോക്കുക. ഇപ്പൊ പറയുന്നത് LDF തിരിമറി നടത്തിയെന്നുണ്ട്. LDF സർക്കാർ 10 വർഷം ക്ലിയർ കട്ടായിട്ട് അവരുടെ അക്കൗണ്ടിൽ ഈ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. അത് വലിയൊരു വീഴ്ച തന്നെയാണ്. നിങ്ങൾ എങ്ങനെ അത് മൂടി വെക്കാൻ നോക്കിയാലും LDFന്റെ പരിധിക്ക് വെച്ച് കെട്ടാൻ നോക്കി കഴിഞ്ഞാലും ഈ പാവപ്പെട്ട പ്രവാസികളുടെ കണ്ണുനീര് നിങ്ങൾ കാണാതിരിക്കുന്നത് വളരെ മോശമുണ്ട്, ഒരു സംശയമില്ല. നിങ്ങൾ ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകാണ്ട് ഇവിടെ നാട്ടിൽ വന്ന് പ്രവർത്തിച്ച് UDF അധികാരത്തിലെത്തിയതിനു ശേഷം വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയ ഒരു പ്രവാസികൾ അവിടെ ഉണ്ട്. അവർക്ക് അന്തം വിട്ട് നിൽക്കുകയാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്ത് ന്യായീകരണമാണ് ഇത് നിങ്ങൾ പറയുന്നത്? ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ചില്ലാനം കോടി എന്നൊക്കെ പറഞ്ഞ വലിയൊരു എമൗണ്ട് ആണ്. നിങ്ങൾ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയൂലേ? നിങ്ങൾക്ക് ഇതാണ് ജനങ്ങളുടെ പ്രശ്നം രണ്ടാമതും നിങ്ങളുടെ പ്രശ്നം ഒന്നാമതും. അതാണ് വിഷയം. ഇതൊക്കെ കൊടുത്ത് തീർത്തിട്ട് പറയും ഞങ്ങളൊക്കെ ജനങ്ങളുടെ സർക്കാരാണെന്ന് പോലെ. അല്ല, ജനാഭിലാഷം ഇതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടല്ല നടപ്പിലാക്കേണ്ടി. വളരെ സങ്കടം കേട്ടോ. നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളാണ് ഇതിൽ ബഹുഭൂരിഭാഗം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സങ്കടകരമായ അവസ്ഥയാണ്. ഒന്നും ന്യായീകരിക്കേണ്ട, ഇതിലൊന്നും ഒരു ന്യായീകരണമില്ല. ഇത് കൊടുത്തിട്ട് പറയും. 3 മാസം പെൻഡിങ്ങിൽ നിൽക്കുന്ന ഈ പെൻഷൻ കൊടുത്തിട്ട് വർത്താനം പറയും. വേറൊരു ന്യായീകരണം പെടില്ല.